ഡൽഹിയിലെ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി തെരുവുനായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്ന രണ്ടംഗ ബെഞ്ചിന്റെ വിധി ഭേദഗതി ചെയ്തിട്ടുണ്ട്. നായ്ക്കളെ വാക്സിൻ നൽകിയ ശേഷം തെരുവിൽ വിടാമെന്ന് കോടതി എല്ലാ സംസ്ഥാനങ്ങളെയും കക്ഷിയാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹി മെട്രോപൊളിറ്റൻ പോലെയുള്ള പ്രദേശങ്ങളിൽ തെരുവു നായ്ക്കളെ ബലപൂർവ്വം ഷെൽട്ടറുകളിലേക്ക് മാറ്റുന്നതിനെതിരെ വ്യക്തമായ നിയമങ്ങളും സുപ്രീം കോടതി വിധികളുമുണ്ട്. തെരുവു നായ്ക്കൾ ഒരു സ്വാഭാവിക പ്രതിഭാസമല്ല, മറിച്ച് മനുഷ്യരുടെ ബുദ്ധിയില്ലായ്മ, വിഡ്ഢിത്തം, അഹങ്കാരം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഈ വിഷയത്തിൽ പലപ്പോഴും കേൾക്കുന്ന ഒരു പ്രതികരണമാണിത്. നിനക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ അതിനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്ത് എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഒരു വളർത്തുനായെ തെരുവിൽ ഉപേക്ഷിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ തുടക്കം കുറിക്കുന്നത്. അവരുടെ താൽപര്യങ്ങളും ഇഷ്ടങ്ങളും കഴിഞ്ഞപ്പോൾ ഒരു ജീവിയെ നിസ്സഹായമായി തെരുവിൽ ഉപേക്ഷിക്കുന്നു. ഇത് ആ മൃഗത്തിന്റെ ജീവിതത്തെ മാത്രമല്ല, സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് തെരുവു നായകളുടെ എണ്ണം വർദ്ധിക്കുന്നതും അവയെക്കുറിച്ചുള്ള പരാതികൾ കൂടുന്നതും. ഇന്ത്യയിൽ ആളുകൾ വീട്ടിൽ വളർത്തിയ നായ്ക്കളെ വിരസതകൊണ്ടോ രോഗം, പണക്കുറവ്, താൽപര്യക്കുറവ് തുടങ്ങിയ കാരണങ്ങളാൽ തെരുവിലേക്ക് ഉപേക്ഷിക്കുന്നു. തെരുവിൽ നായ്ക്കൾക്ക് അനിയന്ത്രിതമായി ഇണചേരാനുള്ള അവസരം ലഭിക്കുന്നതു മൂലം അവയുടെ കുഞ്ഞുങ്ങൾ തെരുവു ജീവിതം തുടങ്ങുന്നു. തുറന്ന മാലിന്യക്കൂമ്പാരങ്ങൾ നായ്ക്കൾക്ക് എളുപ്പത്തിൽ ഭക്ഷണം ലഭിക്കുന്നതിന് കാരണമാകുന്നു. ഇത് അവയുടെ ജനനവും ജീവിതവും പ്രോത്സാഹിപ്പിക്കുന്നു. അതിനാൽ തെരുവു നായ്ക്കൾ എന്ന പ്രശ്നത്തിന്റെ മൂലകാരണം മനുഷ്യരുടെ ഉത്തരവാദിത്തരഹിതമായ പെരുമാറ്റമാണ്. മറ്റ് രാജ്യങ്ങളിൽ നായ്ക്കളെ ഉപേക്ഷിക്കുന്നത് കഠിനമായി ശിക്ഷിക്കപ്പെടുന്നു. ഒരു ജീവിയെ വീട്ടിൽ വളർത്തുന്നത് ഒരു ട്രെൻഡല്ല, ഒരു ജീവിതകാല ഉത്തരവാദിത്തമാണ്. സോഷ്യൽ മീഡിയ ട്രെൻഡിനായി ഒരു ജീവിയെ വാങ്ങരുത്. ഒരു പപ്പി ഒരു കണ്ടന്റ് പ്രോപ്പർട്ടിയല്ല. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബർ എന്നിവയ്ക്കായി ഒരു ജീവിയെ ഉപയോഗിക്കുന്നത് അതിനെ ഒരു വസ്തുവായി കാണുകയാണ്. യഥാർത്ഥ പ്രേമവും ശ്രദ്ധയും ഇല്ലാത്തപ്പോൾ അത് ഉപേക്ഷിക്കലിലേക്ക് നയിക്കും. ഉപേക്ഷിക്കൽ നിയമവിരുദ്ധമാണ്. ഇന്ത്യയിലെ മൃഗങ്ങളോടുള്ള ക്രൂര തടയൽ നിയമം 1960 പ്രകാരം ഒരു മൃഗത്തെ ഉപേക്ഷിക്കുന്നത് ഒരു കുറ്റകരമായ പ്രവൃത്തിയാണ്. ഇതിന് ജയിൽ ശിക്ഷയോ പിഴയോ ഉണ്ടാകും. ഒരു ചെറിയ ജലദോഷം, ത്വക്കുരോഗം, കണ്ണുനോവ് വന്നാൽ അതിന് ചികിത്സ നൽകാതെ ഉപേക്ഷിക്കുന്നവർ ധാരാളമുണ്ട്. ഒരു ജീവിയെ എടുക്കുന്നതിന് മുമ്പ് അതിന് ആവശ്യമായ സമയവും പണവും, വെറ്റിനറി ചികിത്സ, ഭക്ഷണം, വാക്സിൻ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന ആത്മപരിശോധന ചെയ്യണം. ഉപേക്ഷിച്ച നായ്ക്കൾ എന്ത് അനുഭവിക്കുന്നു എന്നറിയുന്നുണ്ടോ? അപരിചിതമായ തെരുവു ജീവിതത്തിൽ ഭക്ഷണത്തിനും വെള്ളത്തിനും യുദ്ധം, ട്രാഫിക് അപകടങ്ങൾ, മറ്റ് നായ്ക്കളുമായുള്ള പോരാട്ടങ്ങളിൽ പരിക്കേൽക്കുക, മനുഷ്യരിൽ നിന്നുള്ള ദുരുപയോഗം, രോഗങ്ങൾ പടരുക, മഴയത്തും വെയിലത്തും അലയുന്ന സാഹചര്യം. നിങ്ങൾ ഒരു ജീവിയെ വാങ്ങുകയോ ദത്തെടുക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ മുഴുവൻ ജീവിതത്തിന്റെയും ഉത്തരവാദിത്തം എടുക്കുന്നു. അത് ഒരു ട്രെൻഡ് അല്ല, ഒരു കരാറാണ്. ഈ ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഏൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദയവായി ആരംഭിക്കേണ്ടതുമില്ല. ഒരു ജീവിയെ ഉപേക്ഷിക്കുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല, മറിച്ച് ഒരു സാമൂഹിക പാപമാണ്. എല്ലാ ജീവികളോടുമുള്ള ദയയും ഉത്തരവാദിത്ത ബോധവും ഒരുമിച്ച് പ്രോത്സാഹിപ്പിക്കാം.